ലോക എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടെ മൂത്തോൻ എന്ന ക്യാരക്ടർ. എന്നാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹൈറാർക്കി മമ്മൂക്കയുടെ മൂത്തോൻ എന്ന ക്യാരക്ടറിന് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അതായത് ഒരു സിനിമയ്ക്കകത്ത് രണ്ട് ക്യാരക്ടേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും, ഒന്ന് വില്ലനും ഒന്ന് ഹീറോയ്ക്കും. അതുപോലെ ഈ ലോക എന്ന വേൾഡിന്റെ ഉള്ളിൽ ഈക്വൽ ആയിട്ടുള്ള ഹൈറാർക്കി കൊടുത്തിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് DQന്റെ ഒടിയൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറും മമ്മൂക്കയുടെ മൂത്തോൻ എന്ന ക്യാരക്ടറും. ഈ രണ്ട് ക്യാരക്ടേഴ്സും ഫ്യൂച്ചറിൽ ഓപ്പോസിറ്റ് വന്നേക്കാം, എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ മാക്സിമം അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ആ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സ് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈറ്റിൽ ഗ്രാഫിക്സിന്റെ ഓർഡറും അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു സ്റ്റോറി അവർ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് നമ്മുടെ ലോക പ്ലേലിസ്റ്റിലെ 4ാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ 1 ചന്ദ്ര എന്നൊരു ഫിലിമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 ചാത്തനെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 ഒടിയനെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് മൂത്തോനെ കുറിച്ചുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോ ആണ്. പുതുതായിട്ട് റിവീൽ ചെയ്യാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന്റെ എല്ലാ ഇൻഡിവിജ്വൽ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ മിസ്സാവുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, ഒപ്പം ആ ഒരു ഹൈപ്പും കൂടെ അടിച്ചോ. നമുക്ക് ഒട്ടും ടൈം കളയേണ്ട, കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ആ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ കാണിക്കുന്ന ആ ഒരു സ്റ്റോറിയുടെ ഒരു ഏകദേശം രൂപം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അത് പറഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഒരു ഏകദേശം എനിക്ക് മനസ്സിലായ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, മൂത്തോൻ എന്ന ക്യാരക്ടർ വേറൊരു ഗ്രഹത്തിലുള്ളതാണ്. ഈ ഒരു സിനിമയുടെ കാലഘട്ടവും ടൈമും ഒക്കെ ഇപ്പൊ പ്രസന്റിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഏതൊരു ഇന്റർവ്യൂവിലും ഡൊമിനിക്കനും ഏകദേശം 10,000 വർഷങ്ങൾക്ക് പുറകിലെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കൊക്കെ വരുന്നുണ്ടായിരുന്നു വായിൽ നിന്ന്. ഒരു ഗ്രഹം, ആ ഒരു ഗ്രഹം ഭരിക്കുന്ന ഒരു മദർ എന്ന ക്യാരക്ടർ, തൊട്ട് താഴെ നിൽക്കുന്ന റൈറ്റ് ഹാൻഡ് പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളുടെ മൂത്തോൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ. ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു റിലേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു ഗ്രഹത്തിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി, അതായത് മറ്റ് ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള തന്നെ വേറെ ഗ്രഹങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ നിന്ന് അയക്കുന്നു. ആ അയക്കുന്നതിൻ്റെ റീസൺ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ഊഹിച്ചൊക്കെ എടുക്കുന്ന റീസണാണ്. അതായത് ഇത് എന്നെ റീസൺ എന്നൊന്നും പറയാൻ പറ്റില്ല. വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗ്രഹമുണ്ട്, ആ ഗ്രഹം അവരുടെ ആധിപത്യം അവിടെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടി ആവാം. മൂത്തോൻ എന്ന ക്യാരക്ടറിനെ ഇവർ അയക്കുന്നു. ഒരു ഏലിയൻ UFO പോലത്തെ ഒരു ഇതിലാണ് അവർ പോകുന്നത്. അതിങ്ങനെ യൂണിവേഴ്സിന്റെ പല സ്ഥലങ്ങളിലായിട്ട് അവർ UFO കറങ്ങുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ എവിടെയോ വെച്ച് എന്തെങ്കിലും റീസൺ കൊണ്ട് ഈ ഒരു UFO എന്ന് പറയുന്നത് തകരുന്നു. ഈ തകർന്ന് വീഴുന്ന സ്ഥലമാണ് നമ്മളുടെ ഈ ഭൂമി. ആ ഒരു സമയത്ത്, അതായത് ഈ മനുഷ്യന്മാർ കുരങ്ങനിൽ നിന്ന് എത്തിയില്ല, എന്നാൽ കുരങ്ങനും അല്ലാത്തൊരു സ്റ്റേജ്, ആ ഒരു സമയത്താണ് ഈ ഒരു UFO വന്ന് വീഴുന്നത്. അവിടുത്തെ ജനങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നു. ഇങ്ങനൊരു സാധനം അവരുടെ ജന്മത്തെ അവർ കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്നു. ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ ആ ഒരു ഭൂമിയിലേക്ക് വരുന്നു. ആ ഒരു ഗ്രഹത്തിൽ കണ്ടു, അല്ലെങ്കിൽ അവർ കണ്ടു പരിചരിച്ച ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഈ ഒരു ഭൂമിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ, സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ ഇത് സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം വന്നു. ആ ഒരു ഗ്രഹം തന്നെ എനിക്ക് ഈ മദറിനെ തീർത്തിട്ട് എടുക്കണം എന്നല്ലെങ്കിൽ കൈക്കലാക്കണം എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറെങ്കിലും ആയിരിക്കാം മൂത്തോൻ. എനിക്ക് എൻ്റെതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് വന്നതും ആവാം. ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. ഈ ഭൂമിയിൽ വന്ന് ഇത് കണ്ട സമയത്ത് UFO കംപ്ലൈന്റ് ആയി, ഇനി തിരിച്ചു പോകാൻ അവിടെ നിന്ന് ആരെങ്കിലും വന്നാലേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനും വരാം. വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ലാതെ മൂത്തോൻ എന്ന ക്യാരക്ടർ ഈ ഭൂമിയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യരെ, അതായത് നമ്മളെപ്പോലുള്ള ഈ കുരങ്ങനിൽ നിന്ന് അങ്ങ് എത്തിയില്ല എന്നാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് മനുഷ്യന്മാരെ അവർ പേടിച്ച് മാറി നിൽക്കുന്നത് കാണുന്നേ മൂത്തോൻ. ഇവരുമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷനും അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഇതെങ്ങനെയാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് അറിയില്ല. ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ ഗ്രഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആ ഒരു എബിലിറ്റീസ് മൂത്തോൻ ഈ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് ആ ഒരു തീ, അതായത് ഫയർ ഉണ്ടാക്കുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾ ജോലി എടുക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മൂത്തോൻ ഇവരെ പഠിപ്പിച്ചെടുക്കും. അവിടെ മൂത്തോൻ ഒരാളുടെ അടിമയായിട്ട് എങ്ങനെയാണോ നിന്നത്, അതുപോലെ ഈ ഭൂമിയിലെ ജനങ്ങൾ മൂത്തോന് താഴെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി വരും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിയും. നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു മദർ എന്ന ക്യാരക്ടർ മൂത്തോനെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെയും കൂടി ഇല്ലാതാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇത് ഈ മദർ എന്ന ക്യാരക്ടർ ചെയ്യും. ഇവിടെ ഈ ജനങ്ങളുടെ സൈഡിൽ ഒരു ലീഡർ എന്ന രീതിയിൽ തിരിയും. അപ്പോൾ ഇന്നത്തെ നമ്മളെ മനുഷ്യർക്ക് ഒരു ഗോഡായിട്ട് നമ്മൾ കാണുന്നത് ആരെയാണ്? അപ്പോൾ മൂത്തോൻ എന്ന ക്യാരക്ടർ ഒരു ഗോഡാണ് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ രീതി പറയുകയാണെങ്കിൽ ഒരു ഗോഡിൻ്റെ പവറുള്ള ഒരു ഏലിയനാണ് മൂത്തോൻ എന്ന ക്യാരക്ടർ. ഈ മനുഷ്യരെല്ലാം ഗോഡായിട്ട് കാണുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളെ മൂത്തോൻ. മദർ എങ്ങനെയോ തപ്പിപ്പിടിച്ച്
ഈ മൂത്തോനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു, അവിടേക്ക് വരുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാം. ഫൈറ്റിൽ മൂത്തോൻ ആ മദറിനെ കീഴടക്കുന്നുണ്ടാവാം. നമ്മൾ ആ ഫസ്റ്റ് അയക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെത് കാണിക്കുന്ന ഒരു റെഫറൻസ്, ചിലപ്പോൾ ആ ഒരു കുഞ്ഞു തന്നെ ആയിരിക്കാം ഇഷ്താർ എന്ന് പറയുന്ന ക്യാരക്ടർ. മൂത്തോൻ എങ്ങനെയാണോ ഈ ഒരു ഭൂമിയിലേക്ക് എത്തിയത്, അതുപോലെ തന്നെ ഒരു ഏലിയൻ ഒരു UFO പോലത്തെ ഒരു ഇതിൽ വരുന്ന സമയത്ത് വന്ന് അത് തകർന്ന് വീഴുകയോ അതല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ആ ഒരു സ്പോട്ട് എത്തിയ സമയത്ത് വെള്ളവും കടലും ഉള്ള സ്ഥലം എത്തിയപ്പോൾ അത് തകർന്ന് വീഴുന്ന രീതിയിൽ അവർ ചിലപ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴുന്ന രീതിയാവാം. ഈ മദറിന്റെ കൂടെ വന്ന ആരെങ്കിലും തിരിച്ചു ചെന്നിട്ട് ഇഷ്താറിനെ ഇത് പറഞ്ഞിട്ടുള്ളതോ ആവാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. അവിടുത്തെ ജനങ്ങൾ ഇത് കാണുന്നു, ഇങ്ങനെ ആക്സിഡന്റലി വന്ന് വീണതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇഷ്താർ ആണ് എന്നുള്ളത് ചിലപ്പോൾ ഈ പറയുന്ന മൂത്തോന്റെ ക്യാരക്ടർ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം മൂത്തോൻ അവിടുന്ന് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ. അതൊക്കെ കുറേ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമുക്കത് വായിച്ചെടുക്കുന്ന കഥയാവുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഇവിടെ ഇഷ്താർ വരുന്നു, ഈ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിൽ അവരുടെ ഹെഡായിട്ട് മൂത്തോൻ എന്ന ക്യാരക്ടർ ഇവിടെ ഉണ്ട്. പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂത്തോൻ അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാരെ ഡെവലപ്പ് ചെയ്ത് അവരുടെ പുതിയ സ്കില്ലുകളും കാര്യങ്ങളും പഠിപ്പിച്ച് സ്വന്തം സൈഡ് മാക്സിമം പവർഫുൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇഷ്താറിൻ്റെ ആൾക്കാരെയും വിളിച്ചു വരുത്തി ഈ സ്ഥലത്ത് തന്നെ ഉള്ള ജനങ്ങളിൽ നിന്ന് നെഗറ്റീവ് ഷെയ്ഡുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെ തപ്പിപ്പിടിച്ച് ഇഷ്താറിന്റെ സൈഡിലോട്ടും ടീമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്താർ ഹെഡായിട്ട് നിൽക്കുന്ന ആ ഒരു A ടീമും മൂത്തോൻ ഹെഡായിട്ട് നിൽക്കുന്ന B ടീമും ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു വാർ ഈ ഒരു ലോക എന്ന യൂണിവേഴ്സിന്റെ ഒരു എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിന്റെ ഇതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇമേജസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള പാസ്റ്റ് ബാക്ക് സ്റ്റോറി, അപ്പോൾ ഈ മദറും ഇഷ്താറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളിൻ്റെ ഉള്ളിൽ വരും. കൂടുതൽ കാര്യങ്ങൾ ഇഷ്താറിൻ്റെ വീഡിയോയും മദറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ പറയാം. ഇപ്പം നമ്മൾ മൂത്തോനെ മാത്രം അതിൽ നിന്ന് എടുക്കുകയാണ്. ഈ മൂത്തോൻ എന്ന ക്യാരക്ടറിനെ ഈ ജനങ്ങൾ കാണുന്നത് ഗോഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു ഗോഡ് ലെവൽ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ ഇവരെ ഇങ്ങനത്തെ ഇതെല്ലാം പഠിപ്പിച്ച് മാറ്റിയെടുത്തത് ഈ ഒരു മൂത്തോൻ്റെ ഈ ഒരു ക്യാരക്ടർ ആവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെയാണ് അവർ ഗോഡായിട്ട് കാണുന്നത്. ഇഷ്താറിൻ്റെ ക്യാരക്ടറിന് സ്വന്തം അമ്മയെ കൊന്നു എന്നുള്ള ഒരു റീസണും അതുപോലെ തന്നെ അവരെ ചതിച്ചു എന്നുള്ള റീസണും അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അവരുടെ മനസ്സിലുള്ള ഒരു. ഇപ്പുറത്ത് മൂത്തോൻ്റെ സൈഡിലേക്ക് വരുന്നെങ്കിൽ മൂത്തോൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ഒരു വേൾഡിലെ നല്ല ഹ്യൂമൻസിനെ നശിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുവാദം ഇല്ല. അതാണ് മൂത്തോൻ്റെ ഒരു നിലപാട്. നെഗറ്റീവായിട്ടുള്ളവരും പോസിറ്റീവായിട്ടുള്ളവരുമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള തന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ടീമിന് വേണ്ടി പിക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കാം നമ്മൾ ഈ കാണുന്ന ചാത്തൻ, ഒടിയൻ, ചന്ദ്ര. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നാൽ പോലും ഇതെല്ലാം ഓരോ സിനിമകൾ വരുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എല്ലാം സെറ്റാവും. ഈ മൂത്തോൻ എന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് ആ ടൈറ്റിൽ ഗ്രാഫിക്സിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് DQൻ്റെ ഒടിയൻ എന്ന ക്യാരക്ടർ. ഞാൻ പറഞ്ഞല്ലോ UFO വന്ന് തകർന്ന് വീഴുന്നു, അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ബാലൻ, അതായത് ഒരു കുഞ്ഞായിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിനകത്ത് ഒരു അമ്മ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. ഒപ്പം തൊട്ട് സൈഡിലായിട്ട് കുറേ ഡോഗ്സ് ഒരു കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഡോഗ്സിന്റെ റെഫറൻസ് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ DQൻ്റെ ക്യാരക്ടർ ആവാം, അതായത് ഒടിയന്റെ ക്യാരക്ടർ ആവാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. മമ്മൂക്കയുടെ ക്യാരക്ടർ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീംസിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരു സിംഗിൾ ബാലനായിട്ടൊറ്റം ആയിരിക്കാം ഈ ഒടിയൻ എന്ന ക്യാരക്ടർ പിന്നെ ഡെവലപ്പായി വരുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ഫിലിം തുടങ്ങുന്ന സമയത്ത് ഒരു എൻഡ് വാറിൻ്റെ ഒരു സീക്വൻസ്, ഒരു വലിയൊരു വിഷ്വൽ കാണിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ലോങ് ഷോട്ടിൽ ഈ ലോക എന്ന ടൈറ്റിൽ കാർഡ് വരുന്ന സ്ഥലത്ത് അതുമായി സിമിലർ ആയിട്ടുള്ള സ്ഥലമാണ് ആ ഒരു അമ്മ കുഞ്ഞുമായിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലമായിട്ട് കാണാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെയാണ് സിമിലാരിറ്റി ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ കറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്തായാലും OTT വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ ഇത്തരത്തിലുള്ള എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഈ ഇമാജിനേഷനും കോൺസെപ്റ്റ്സും ഒന്നും പറയാറില്ല. ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ചർച്ചകളൊക്കെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വരും. കുഴപ്പമില്ല മക്കളെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് പേര് എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞു, അതിലൊരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ ഇതും കൂട്ടുക. ഇതൊരു സ്കെൽട്ടനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും റീസൺസും, ഇതിൻ്റെ മെയിനായ റീസൺസാണ് ഇവർ തമ്മിൽ ഇങ്ങനെ അവിടെ നിന്ന് വരാനുണ്ടായ റീസൺ, ഇവിടെ വന്നിട്ട് തിരിച്ച് പോവാത്തതിൻ്റെ റീസൺ, ഇവർ ഈ മദറിൻ്റെ നേരെ തിരിയാനുള്ള റീസൺ, അങ്ങനെ ഒരുപാട് റീസൺസ് അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ കേട്ട സ്റ്റോറി ചിലപ്പോൾ ഭയങ്കരമായി ഇമോഷണലി അത്രയും ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് മാറാം. പിന്നെ ആ ടൈറ്റിൽ ഗ്രാഫിക്സിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ചാത്തൻ്റെ കുറേ കുട്ടി ചാത്തന്മാർ ഓരോ ആൾക്കാരുടെ തോളിലൊക്കെ കയറിയുന്നു, ചെവിയൊക്കെ കടിച്ച് പറിക്കുന്ന പോലത്തെ കുറേ വിഷ്വൽസ് ഉണ്ട്. പിന്നെ മോഷണം നടത്തുന്ന ടോവിനോട് ആ ഒരു ഫേസ് കട്ടുള്ള ഒരു ഷേപ്പ് ഒരു ഡ്രോയിങ് ഉണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മിന്നി മറിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഒരു വാരിയറായിട്ട് മാറിയ DQൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അവർ വേറെ കാര്യങ്ങൾ വെക്കാം. ഈ ഒരു മൂത്തോൻ എന്ന ക്യാരക്ടറുമായിട്ട് ആക്സസ് ഉള്ള ഒരു ക്യാരക്ടറാണ് കത്തനാർ. ഈ കത്തനാറിൻ്റെ ക്യാരക്ടർ ഈ ഒരു മൂത്തോൻ എന്ന ക്യാരക്ടറും ഈ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് ആയിരിക്കാം. ഈ മൂത്തോൻ്റെ എല്ലാ പാസ്റ്റുകളും അറിയുന്ന, മുമ്പ് നടന്നിട്ടുള്ള ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾ, അതായിരിക്കും ഈ കത്തനാർ. ഈ മൂത്തോൻ എന്ന ക്യാരക്ടറിനെ ഇതുവരെ റിവീൽ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ആകെ അത് മമ്മൂക്ക ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെന്നും ചന്ദ്ര എന്ന ഫിലിമിലൂടെ നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് ഒരു ഹൈറാർക്കി ഏറ്റവും ടോപ്പിലുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം നമുക്ക് ആ ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നല്ല പറയുന്നത്, ഇങ്ങനെ ആവാം എന്നുള്ളതാണ് പറയുന്നത്. എത്ര വട്ടം പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇനി ചാത്തന്മാർ വരണം, അതുപോലെ തന്നെ ഒടിയന്മാർ വരണം, അതിൻ്റെ പുറകെ പലരും വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ക്യാരക്ടർ എന്താണെന്ന് പോലും നമുക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളവള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, വെറുതെ എന്തിനാണ്. അടുത്തത് ഇഷ്താർ, മദർ, ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ഇൻഡിവിജ്വലായിട്ട് വരാനുണ്ട്. അതിൽ ആരത് ആദ്യം വേണമെന്നുള്ളത് നിങ്ങൾ പറയുക. നമ്മൾ ലോഡ്ലർ അൺഫോൾഡ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ടുള്ള ഡ്രാഗോസ് ഇതാ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ എപ്പിസോഡായിട്ടുള്ള ഓൾനെസ് ദ ഒറിജിൻ കമ്മിങ് സൂൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 3K ഫാമിലിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാവട്ടെ, ഹൈപ്പും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്ക് ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. മൂത്തോൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതൊരു ഏലിയൻ്റെ UFO പോലത്തെ ഒരു സാധനം. അപ്പോൾ എന്തായാലും കൺഫേമാണ്, മൂത്തോൻ ഒരു ഏലിയൻ തന്നെ.